സ്വർഗീയ മന്ന എന്ന ബൈബിൾ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്തെന്നാൽ മടി. എന്താണ് മടി എന്നുള്ള വിഷയമാണ്. അനേകർക്ക് ഉള്ളതായ ഒരു സ്വഭാവമാണ് ഈ മടി എന്നുള്ളത്. ജോലിയൊന്നും ചെയ്യാതെ മറ്റുള്ളവരുടെ പ്രയത്നത്താൽ, അവരുടെ അധ്വാന ഫലത്താൽ ജീവിതത്തിൽ അവരുടെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുക, സുഖമായി ഭക്ഷണം കഴിച്ച് സുഖമായി കഴിയുക, നല്ല ആഹാരം കഴിച്ച് സുഖമായി കഴിയുക എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി അനേകർ ഈ ലോകത്തിൽ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ മടി എന്നുള്ള ഈ സ്വഭാവം നമ്മളുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ അകറ്റാം, ഇതിനെക്കുറിച്ച് വേദപുസ്തകം എന്താണ് നമുക്ക് നൽകുന്ന ഉപദേശം എന്ന് നാം പഠിക്കേണ്ടതാണ്. നമ്മൾ ഈ മടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ളതായ ഒരു എറുമ്പിൻ്റെ ആ ജീവിത രീതിയെക്കുറിച്ചാണ് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. തിരുവചനവും ശരി, അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. എറുമ്പുകൾ വളരെ അധികം സജീവമായി അത് അതിൻ്റെയായ ആ മഴ വരുന്നതിന് മുന്നേ ആഹാരം ശേഖരിക്കുകയും അതിൻ്റെ ആ മാളങ്ങൾ എല്ലാം ശരിയാക്കി വെക്കുകയും അങ്ങനെ വളരെയധികം ഉത്സാഹത്തോടുകൂടി എറുമ്പുകൾ റെസ്റ്റ് എടുക്കാതെ, ക്ഷീണിതരാകാതെ, വിശ്രമിക്കാതെ അത് എപ്പോഴും ഓടി നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ പ്രത്യേക രീതിയിലുള്ള ഒരു എറുമ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ ഉറുമ്പിനെക്കുറിച്ച് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ടെലോട്ടോ എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ ഇനത്തിലുള്ള ആ ഉറുമ്പ് അല്ലെങ്കിൽ എറുമ്പ്, ഇത് എറുമ്പുകളെല്ലാം വസിക്കുന്ന കൂടിൻ്റെ നടുക്ക് അല്ലെങ്കിൽ മധ്യഭാഗത്ത് മാത്രമേ ഈ എറുമ്പിനെ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ ടെലോട്ടോ എന്ന് പറഞ്ഞാൽ ഈ എറുമ്പ് അവൻ നല്ല വണ്ണം വെച്ച് അവൻ നല്ല രീതിയിൽ ഒരു ജോലിയും ചെയ്യാതെ മറ്റ് അടിമകളായി അല്ലെങ്കിൽ ജോലിക്കാരായി ജോലി മാത്രം ചെയ്യുന്ന എറുമ്പുകൾ കൊണ്ടുവരുന്ന ഭക്ഷണവും ഭക്ഷിച്ച് അവൻ ഒന്നും ചെയ്യാതെ വളരെയധികം സുഖിച്ച് ആ എറുമ്പുകളുടെ കൂട്ടത്തിൽ, ആ മധ്യത്തിൽ അവൻ വസിക്കുന്നു. ഈ എറുമ്പ് അങ്ങനെ ക്രമേണ ഒരു ജോലിയും ചെയ്യാതെ അവൻ ആഹാരമൊക്കെ ഒരുപാട് കഴിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അവൻ ക്ഷീണിതനായി അവസാനം ഒരു ജോലിയും ചെയ്യാതെ പെട്ടെന്ന് തന്നെ മറ്റ് എറുമ്പുകൾ മരിച്ചു പോകുന്നതിനേക്കാളും അതിൻ്റെ ആ ജീവിതം അവസാനിപ്പിച്ച് അവൻ മരിക്കുന്നു എന്നാണ് ഈ എറുമ്പിൻ്റെ ആയ ഒരു അതിനെക്കുറിച്ചുള്ള ഒരു വിവരണം പറയുന്നത്. ഇനിയും നമ്മൾ എറുമ്പിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ പലവിധമായ എറുമ്പുകളുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ ജോനൽ എന്ന് പറഞ്ഞ കറുത്ത എറുമ്പുകളുണ്ട്, പിന്നെ കട്ടുറുമ്പുണ്ട്, പിന്നെ നെയ്യുറുമ്പുണ്ട്. അങ്ങനെ കടിക്കുന്നതും കടിക്കാത്തതുമായ പല വിധത്തിലുള്ള എറുമ്പുകളുണ്ട്. എന്നാൽ നിങ്ങൾ എത്ര പേര് ഈ ഡോക്ടർ ആൻസ് എന്നും പറഞ്ഞാൽ ആ എറുമ്പിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നറിയില്ല. അത് ആഫ്രിക്കൻ വനങ്ങളിൽ ഉള്ളതായ എറുമ്പാണ് ഡോക്ടർ ആൻസ്. ആ എറുമ്പുകളുടെ ആ തലഭാഗം പണ്ടൊക്കെ മുറിവേറ്റ് കഴിഞ്ഞാൽ തയ്ച്ച് തുന്നി വെക്കുന്നതിന് പകരം ഈ എറുമ്പുകളുടെ തലഭാഗം മുറിച്ച് ആ മുറിവിന്മേൽ കടിപ്പിച്ചിങ്ങനെ വെക്കും. 10-20 എറുമ്പുകളുടെ തല മുറിച്ച് അവിടെ കടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത് സുരക്ഷിതമായി ഇരിക്കുകയും ആ മുറിവ് ഉണങ്ങുകയും ചെയ്യും.
ഇങ്ങനെയുള്ള ഒരു സർജറി സൂച്ചർ ചെയ്യുന്നതിന് എറുമ്പുകളുടെയായ ആ തലഭാഗം ഉപയോഗിച്ചിരുന്നു എന്ന് അവിടെ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വേറെ തരത്തിലുള്ള എറുമ്പുകളുണ്ട്, പാരസോള എറുമ്പുകളുണ്ട്. അവ ഇലകളെല്ലാം മുറിച്ചെടുത്ത് ഈ എറുമ്പുകളെക്കാളും വലിയ ഇല ചുമന്നുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ പേര് പാരസോള എറുമ്പുകളെന്ന് പറയുന്നു. അങ്ങനെ പല വിധത്തിലുള്ള എറുമ്പുകളുണ്ടെങ്കിലും ഈ ടെലട്ടോ എന്ന് പറഞ്ഞ മടിയനായ ഈ എറുമ്പിനെ കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. അവന് ഒരു ജോലിയും ചെയ്യാതെ മറ്റ് ആ സേവനം ചെയ്യുന്ന എറുമ്പുകൾ കൊണ്ടുവരുന്ന ഭക്ഷണവും കഴിച്ച് ആണ് അവിടെ ആ എറുമ്പിൻ കൂട്ടിൻ്റെ മധ്യഭാഗത്ത് അവൻ കഴിയുന്നത്. അതുപോലെ തന്നെ എറുമ്പുകൾ അവ ഓടി നടന്ന് ഭക്ഷണം ശേഖരിക്കുന്നവയാണ്. ഏതാണ്ട് ഒരു ദിവസം 1440 അടി അത്രയും ദൂരം എറുമ്പുകൾ സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത്. ഏതാണ്ട് 30 അടി കണക്ക്, അതിൻ്റെ കണക്കുകളിൽ അവിടെ പറയുന്നു. 30 അടി ദൂരവും 1440 ആൻഡ് ലെങ്ത് എന്നാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ മടിയനായ ടെലോട്ടോ എന്ന് പറഞ്ഞ എറുമ്പ് അവൻ ഒരു ജോലിയും ചെയ്യാതെ അവൻ കഴിച്ച് അവസാനം എന്താകുന്നു, അവൻ പെട്ടെന്ന് മരിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. മനുഷ്യരുടെയും ജീവിതത്തിൽ മടിയന്മാർ ഒരുപാട് വരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചില അമ്മമാർ പറയും, അയ്യോ സാറേ, ഇവൻ ഒരു ജോലിയും ചെയ്യുന്നില്ല, എനിക്ക് ഇത്രയും പ്രായമായല്ലോ, എന്നെക്കുറിച്ച് ഈ മകൻ എന്നെക്കുറിച്ച് ഒരു ചിന്തയുമില്ല, അവൻ ഒരു ജോലിയും ചെയ്യാൻ ഞാൻ കൊണ്ടുവരുന്നത് അവൻ ഭക്ഷിച്ച് അങ്ങനെ കഴിയുന്നതായിട്ട് കഴിഞ്ഞു പോവുകയാണ്. എന്നാൽ ചില അംഗവൈകല്യമുള്ള പ്രായമുള്ള മക്കളെ ചില അമ്മമാർ പരിരക്ഷിക്കുന്നതുള്ള അനുഭവങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ജോലി ചെയ്യാനുള്ള ആ ഒരു ശേഷിയില്ലാത്ത ഒരു മകനെ ഷൊർണൂർ പ്രദേശങ്ങളിൽ ഭിക്ഷയാചിക്കുന്ന ഒരു മാതാവും അമ്മയും ആ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ വടക്കാഞ്ചേരി ആ പ്രദേശത്തെല്ലാം അവർ നടന്ന് നീങ്ങുന്നത് ഞാൻ ഒറ്റപ്പാലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ മകൻ അത്രയും വലുതായെങ്കിലും അവന് ജോലി ചെയ്യാൻ കഴിവില്ല. ആയതിനാൽ എൻ്റെ മകനെ ഞാൻ നോക്കണമെന്ന് ആ അമ്മ ആ പ്രായത്തിൽ മകനെ കരുതുന്ന ഒരമ്മയായി, ആ പരിരക്ഷിക്കുന്ന ഒരു മാതാവായി കാണപ്പെടുന്ന അമ്മയുടെയായ സ്നേഹം. എന്നാൽ ഇവിടെ മടിയന്മാരെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്, മടിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. തിരുവചനത്തിൽ ഈ മടിയെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് പരിശോധിക്കാം. മടിയൻ ശീതം നിമിത്തം ഉഴാതിരിക്കുന്നു, കൊയ്ത്തുകാലത്ത് അവൻ ഇരക്കും ഒന്നും കിട്ടുകയുമില്ല. എന്താണ് അവൻ ചെയ്യുന്നത്? ശീതം നിമിത്തം അവൻ്റെയായ സ്ഥലം അവൻ ഉഴുത്, അവൻ വിത്തുകൾ വിതയ്ക്കാതെ, മഴക്കാലത്ത് ചെയ്യേണ്ടതായ കാര്യങ്ങളൊന്നും ചെയ്യാതെ, അവൻ ആ വിത്തിറക്കാതെ, അവൻ മടി കാരണം അവൻ്റെ വീട്ടിലിരിക്കുന്നു, അയ്യോ മഴ പെയ്യുന്നു, അയ്യോ തണുക്കുന്നു എന്ന് അവൻ ചിന്തിച്ചുകൊണ്ട് അവൻ്റെ വീട്ടിൽ ഞാൻ കുറേയും കൂടെ ഉറങ്ങട്ടെ, കുറേയും കൂടെ ഞാൻ കിടക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ കഴിയുമ്പോൾ തുടർന്ന് എന്താണ്? കൊയ്ത്തുകാലത്ത് മറ്റുള്ളവരെല്ലാം സന്തോഷത്തോടുകൂടി അവർ ഫലശേഖരം ചെയ്യുമ്പോൾ ഇവൻ മാത്രം അവരുടെ അരികിൽ ചെന്ന് ഇരക്കുന്ന ഒരു അനുഭവമാണ്. അവൻ ഇരക്കുകയും ഇരുന്ന് ചെല്ലുമ്പോൾ അതിന് ഒന്നും ലഭിക്കാത്തൊരു അനുഭവമാണ് ഉണ്ടാകുന്നത്. നാം ചെയ്യേണ്ടതായ കാര്യങ്ങൾ തക്ക സമയത്ത് നാം ചെയ്യാതിരിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവരടുത്ത് ഭിക്ഷയാചിക്കുന്ന ഇരുന്ന് കൊണ്ട് നടക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും എന്നാണ് വചനം ഇവിടെ പറയുന്നത്. ആയതിനാൽ ഈ മടി എന്നുള്ളതായ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. പ്രത്യേകിച്ച് യൗവനക്കാർ, പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ പഠിക്കേണ്ട സമയത്ത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നാളെ ഒരു സമയം
നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളുടെയായ കുടുംബങ്ങളെ പരിരക്ഷിക്കാനുള്ള സമയത്ത് അന്ന് ഞാൻ പഠിച്ചിരുന്നുവെങ്കിൽ ഞാനൊരു എൻജിനീയർ ആയിരുന്നേനെ, ഞാൻ അന്ന് പഠിച്ചിരുന്നെങ്കിൽ ഞാനൊരു ഡോക്ടറായേനെ, ഇന്ന് ഈ കഷ്ടപ്പാടും ഈ പങ്കപ്പാടും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ലായിരുന്നു അന്ന് ചിന്തിക്കേണ്ടി വരും. ആയതിനാൽ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കൾ നിങ്ങളെ പഠിക്കുവാനായിട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ അധ്യാപകർ പഠിക്കുവാൻ പറയുമ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കുക. പഠിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. മടിയന്മാർ എന്താണ്, അവർ ഇരന്ന് നോക്കുമെന്നാൽ അവർക്കൊന്നും ലഭിക്കുകയുമില്ല എന്നാണ് ഇവിടെ വചനം ഇവിടെ പറയുന്നത്. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴുള്ള, മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു, ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു. അപ്പോൾ ദരിദ്രനായി തീരുന്നത് എങ്ങനെയാണ്? നാം എന്ത് ചെയ്യുമ്പോഴും ആത്മാർത്ഥതയോടുകൂടി, ഒരു ഉത്സാഹമില്ലാതെ, ഒരു അർപ്പണ മനോഭാവമില്ലാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് വരുമാനമുണ്ടാകുന്നില്ല, നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. എന്നാൽ ഉത്സാഹത്തോടുകൂടി, വളരെ കാര്യക്ഷമതയോടുകൂടി ഈ കാര്യം ഞാൻ ചെയ്തു തീർക്കണമെന്ന നിശ്ചയത്തോടുകൂടി ചെയ്യുന്നവൻ, അവൻ്റെ ജീവിതത്തിൽ അവന് സമ്പത്തുണ്ടാകുന്നു എന്ന തിരുവചനം ഇവിടെ നമുക്ക് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനാൽ എന്ത് ചെയ്താലും വളരെയധികം അർപ്പണ മനോഭാവത്തോടുകൂടി, വളരെയധികം ഉത്സാഹത്തോടുകൂടി കാര്യങ്ങളിൽ ചെയ്യുവാനായിട്ട് പ്രവർത്തിക്കുവാനും, നിങ്ങളുടെ സേവനത്തിലായിരുന്നാലും ശരി, നിങ്ങളുടെ കുടുംബജീവിതത്തിലായിരുന്നാലും ശരി, നിങ്ങളുടെ വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നതിലായിരുന്നാലും ശരി, ഉത്സാഹത്തോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എപ്പോഴും താല്പര്യമുള്ളവരായിരിക്കണം. അനേകരെ എനിക്കറിയാം. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ വിദ്യാർത്ഥികളോട് ഞാൻ പല കാര്യങ്ങളും ഞാൻ പങ്കുവെക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറയും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം ഉത്സാഹമുള്ളവരായി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം എന്ന് പലരോടും ഞാൻ ആഹ്വാനം ചെയ്തു. എന്നാൽ ഗ്രാജുവേഷൻ ടൈമിൽ പലരും ഗ്രാജുവേറ്റ് ചെയ്യാതെ, അയ്യോ എനിക്കെന്ത് സംഭവിച്ചു സാറേ, ഞാനും ഗ്രാജുവേറ്റ് ചെയ്യുമായിരുന്നല്ലോ എന്താണെന്ന് നോക്കുമ്പോൾ അപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. പഠിക്കുവാൻ പറഞ്ഞ സമയം പഠിക്കാതെ, മാർക്കുകൾ ലഭിക്കാതെ, അവർക്ക് ഗ്രാജുവേഷൻ ലഭിക്കാതെ, വളരെയധികം വ്യസനതയോടുകൂടി മറ്റുള്ളവർ മാർച്ച് ചെയ്ത് ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ വ്യസനതയോടുകൂടി അവർ മാറി ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കേണ്ട അവസ്ഥകൾ അവർക്ക് ഉണ്ടാകുന്നു. ഇതുപോലെയാണ് ജീവിതത്തിൽ നമ്മളും പലവിധമായ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നമ്മളത് നിർവഹിക്കാതെ വരുമ്പോൾ, നമ്മൾക്ക് മറ്റുള്ളവർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ കടന്നു വന്ന് നമ്മളെ പല വല്ലാത്ത മോശമായ രീതിയിൽ നിങ്ങൾക്ക് ഏൽപ്പിച്ചതായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ലല്ലോ, നിങ്ങളൊരു വിശ്വസ്തനല്ല എന്ന് നമ്മളോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന സമയങ്ങൾ ഉണ്ടാകും. വചനം പറയുന്നത് എന്താണ്? നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ വരുമ്പോൾ ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കും. എന്നാൽ ഉത്സാഹത്തോട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴോ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന വിധത്തിൽ സമ്പത്ത് നമുക്ക് ഉണ്ടാകുമെന്ന് വചനം ഇവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ സദൃശ്യവാക്യങ്ങൾ 12-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ അവിടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. 12:24, ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും, മടിയനോ ഊഴിയ വേലയ്ക്ക് പോകേണ്ടി വരും. എന്താണ് വചനം പറയുന്നത്? ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും. വളരെ ഓജസ്സും തേജസ്സോടുകൂടി ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുന്നവൻ, അവൻ്റെ കയ്യിൽ അധികാരം വരും. എന്നാൽ മടിയന്മാരോ അവർ ഊഴിയവേല, മറ്റുള്ളവർക്ക് അടിമവേല ചെയ്യാനായിട്ട്, എപ്പോഴും ദാസവേല ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഊഴിയവേല എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു അടിമയുടെയായ രീതിയിൽ ജോലി ചെയ്യേണ്ട അവസ്ഥ വരും. അല്ലെങ്കിൽ ഒരു കീഴുദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. മറ്റു അധികാരികളുടെ കീഴിൽ പ്രവർത്തിക്കേണ്ടതായ ഒരു അവസ്ഥ ഉണ്ടാകും എന്നാണ് ഇവിടെ പറയുന്നത്. നിനക്ക് ഒരു നേതൃത്വ സ്ഥാനത്തെത്തുവാനായിട്ട് സാധിക്കുകയില്ല. ആയതിനാൽ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ നീ നിൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ആ സ്ഥാനം അലങ്കരിക്കുവാനും ഒന്നാം സ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് നിനക്ക് സാധിക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ള ആഗ്രഹമാണ്, ഞാൻ നേട്ടങ്ങൾ കൈവരിക്കണം, ഞാൻ മറ്റുള്ളവരെ പോലെ ഞാനും ഒരു പേരും പെരുമയോടുകൂടി ജീവിക്കണം,
ഞാനും ഇന്ന ഒരു നല്ല അംഗീകരിക്കപ്പെട്ട ഒരു മാന്യ വ്യക്തിയായി സമൂഹത്തിൽ ജീവിക്കണമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ ആ സ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് സാധിക്കാതെ വരുന്നത് കാരണം എന്തെന്ന് പറഞ്ഞാൽ, നാം ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് നമ്മളത് നിർവഹിക്കാതെയും വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്താണ്, നമുക്ക് അധികാരം ലഭിക്കില്ല, സ്ഥാനമാനങ്ങൾ നമുക്ക് ലഭിക്കില്ല. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കീഴിൽ പ്രവർത്തിക്കേണ്ടതായ, അവരുടെയായ ആ കൽപ്പനകൾ നിർവഹിക്കേണ്ടതായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. അതിനാൽ ഈ മടി എന്നുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് പൊതുവേ മുഴുവനുമായി അകറ്റിക്കൊണ്ട് ഉത്സാഹമുള്ളവരായി, തീഷ്ണതയുള്ളവരായി പ്രവർത്തിക്കുവാനായിട്ട് എപ്പോഴും താല്പര്യമുള്ളവരായിരിക്കണം. ദൈവവേലയിലും നമ്മളെന്താണ്, ഉത്സാഹമുള്ളവരായി പ്രവർത്തിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അങ്ങനെ നമ്മൾ ഉത്സാഹമുള്ളവരായി പ്രവർത്തിച്ചാൽ മാത്രമേ ആഗ്രഹിക്കുന്ന പ്രകാരം, ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ആത്മാക്കളെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നിനക്ക് തന്നെ പ്രാർത്ഥിക്കുവാനായിട്ട് നിനക്ക് സാധിച്ചില്ലെങ്കിൽ, നിനക്ക് തന്നെ തിരുവചനം പഠിപ്പിക്കുവാനായിട്ട് നിനക്ക് കഴിയുമില്ലെങ്കിൽ, നിനക്ക് തന്നെ ഒരു ഗാനം ആലപിക്കുവാൻ നിന്നെക്കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ, എങ്ങനെയാണ് മറ്റുള്ളവരെ ആത്മീയമായ ഒരു അനുഭവത്തിലേക്ക് നീ നയിക്കുന്നത്? നീ ഒരു ദാസനായി, ഒരു ശുശ്രൂഷകനായി, ഒരു ദൈവ പൈതലായി നീ ആത്മീയമായ രീതിയിൽ ഉന്നതമായ നിലയിൽ എത്തിച്ചേരണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ എപ്പോഴും ഉത്സാഹമുള്ളവരായി, ദൈവവേലയിൽ വ്യാപൃതനായി, നീ ദൈവവേല ചെയ്യുവാനായിപ്പോട്ട് എപ്പോഴും താല്പര്യമുള്ളവനായി നീ മുന്നോട്ട് കടന്നു വരണം പ്രിയ ദൈവദാസനെ. നമ്മൾ തുടർന്ന് നമ്മൾ സദൃശവാക്യങ്ങൾ 19-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ വീണ്ടും മനോഹരമായ ഒരു വാക്യം നമുക്ക് വായിക്കുവാനായിട്ട് ഇവിടെ കഴിയും. ഞാൻ 19-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മടി ഗാഢനിദ്രയിൽ വീഴിക്കുന്നു, അലസ ചിത്തൻ പട്ടിണി കിടക്കും, കൽപ്പന പ്രമാണിക്കുന്നവൻ പ്രാണനെ കാക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മടി എന്താണ്? ഗാഢനിദ്രയിൽ വീഴിക്കുന്നു. മടിയുള്ളവർ അവരെപ്പോഴും എന്താണ്, അവൻ ഉറങ്ങുവാനായിട്ടാണ് അവൻ ആഗ്രഹിക്കുന്നത്. അവൻ എന്താണ്, അവൻ എപ്പോഴും ഒരു ബെഡ്ഷീറ്റ് എടുത്ത് പുതച്ച് അവൻ ഇനിയും കുറച്ചുകൂടെ ഉറങ്ങാം, ഇനിയും കിടന്ന് ഉറങ്ങാം, ഇനിയും ഉറങ്ങാമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിനെക്കുറിച്ച് ചിന്തിക്കാതെ, അവൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചിന്തിക്കാതെ, അവൻ നിർവഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അവൻ എന്താണ്, അവൻ ഗാഢനിദ്രയിൽ. അവനെക്കുറിച്ച് പറയുന്നത് എന്താണ്? കുംഭകർണനെ പോലെ ഉറങ്ങുമെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പലരും പറയാറുണ്ടല്ലോ, ഒരു കുംഭകർണനായി തീരാതെ മടി എന്നുള്ള ആ ചീത്ത സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റുവാനായിട്ട് എപ്പോഴും പരിശ്രമിക്കണം. അതിനെക്കുറിച്ച് എന്താണ് 15-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നത്? അലസ ചിത്തൻ പട്ടിണി കിടക്കുമെന്നാണ് പറയുന്നത്. അലസ ചിത്തൻ അവൻ എന്ത് ചെയ്യുന്നു? പട്ടിണി കിടക്കും. എനിക്കറിയാവുന്ന ഒരു ഭവനം, ഒരു കുടുംബമുണ്ട്. അവർ ജോലിക്ക് പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടേയില്ല. അവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ആ അയൽവാസികളിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്നതായ ഒരു നാഴി അരി കൊണ്ടുവന്ന് അത് കഞ്ഞി വെച്ച് അത് കുടിച്ചിട്ട് അവർ വീണ്ടും അവരുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. യാതൊരു ജോലിയും ചെയ്യുവാൻ തയ്യാറുള്ള ഒരു കുടുംബമല്ല അവർ. അങ്ങനെ കഴിയുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ യാതൊരു അഭിവൃദ്ധിയും അവർക്ക് പ്രാപിക്കുവാനായിട്ട് സാധിച്ചില്ല പ്രിയമുള്ളവരെ. ജോലി ചെയ്യാൻ സന്മനസ്സില്ലാത്ത വ്യക്തികൾ അവരുടെയായ ജീവിതത്തിൽ ഒരു നേട്ടവും കൈവരിക്കുകയില്ല. അവർക്ക് യാതൊരു രീതിയിലും അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ആകുവാനായിട്ട് സാധിക്കില്ല. ഇവിടെ അലസരെന്താണ്? അവർ പട്ടിണി കിടക്കുമെന്നാണ് വചനം പറയുന്നത്. ഇത് ദൈവഹിതത്തിനുള്ളതായ ഒരു കാര്യമല്ല പ്രിയമുള്ളവരെ. അവിടെ നാം തുടർന്ന് നാം താഴോട്ട് അതിൻ്റെയായ ആ താഴെ ഉള്ള ഭാഗം അവിടെ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, കൽപ്പന പ്രമാണിക്കുന്നവൻ പ്രാണനെ കാക്കുന്നു എന്നാണ് പറയുന്നത്. നിയമങ്ങളെ, ദൈവത്തിൻ്റെ കൽപ്പനയെ പ്രമാണിക്കുന്നവൻ അവൻ്റെ പ്രാണനെ കാക്കുന്നു എന്ന് വചനം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആയതിനാൽ നാം എപ്പോഴും എന്താണ്, നിയമങ്ങൾ പാലിക്കുകയും തക്ക സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും
നമ്മൾ അങ്ങനെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. ഉത്സാഹമുള്ളവരായി എപ്പോഴും നമ്മൾ പ്രവർത്തിക്കുവാനായിട്ടുള്ള ആ താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, സദൃശവാക്യങ്ങളിൽ അവിടെ 6-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ളായ വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സദൃശവാക്യങ്ങളിൽ 6-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ വളരെ നല്ല രീതിയിലാണ് 6-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത്, മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക. ഞാൻ ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ മടിയനായ ഒരു ഉറുമ്പിൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെച്ചുവല്ലോ. എന്നാൽ ഇവിടെ വചനം എന്താണ് പറയുന്നത്? മടിയ എന്താണ്? ഉറുമ്പിൻ്റെ അടുക്കൽ നീ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക എന്നാണ് പറയുന്നത്. നീ ഉറുമ്പിൻ്റെ അടുത്ത് നീ ചെല്ലുക, ആ എറുമ്പ് എങ്ങനെ ചുറുചുറുക്കോടുകൂടി എപ്രകാരം അതിൻ്റെ ആ മാളങ്ങൾ നിർമ്മിക്കുന്നതും അതിൻ്റെ ഭക്ഷണങ്ങൾ അത് ആ മഴ വരുന്നതിന് മുന്നേ തന്നെ അത് കൂട്ടിച്ചേർക്കുന്നുവോ, അങ്ങനെയുള്ള പാഠം ആ എറുമ്പിൽ നിന്ന് നീ പഠിച്ചുകൊള്ളുക എന്ന് വചനം വരെ നമുക്ക് ആഹ്വാനം ചെയ്യുന്നതായിട്ട് കാണുന്നു. ആയതിനാൽ ഒരു ദൈവദാസനായ ഒരു ദാസിയായി നീ ജീവിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നീ വേലയെടുത്ത് നിൻ്റെ ആഹാരം നീ നേടേണ്ടതാകുന്നു. അതുപോലെ തന്നെ താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ അതിന് നായകനും മേൽവിചാരകനും അതുപോലെ അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു. മടിയാ, നീ എത്ര നേരം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? അങ്ങനെ മടിയന്മാരെക്കുറിച്ച് വളരെ നല്ലൊരു വ്യാഖ്യാനം തന്നെ ഇവിടെ കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അവിടെ നമ്മൾ നോക്കുമ്പോൾ 9-ാമത്തെ വാക്യം ഇവിടെ, നീ എത്ര നേരം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? 10-ാമത്തെ വാക്യം നമ്മൾ കുറേ കൂടെ ഉറക്കം, കുറേ കൂടെ നിദ്ര, കുറേ കൂടെ കൈകെട്ടിക്കിടക്കുക. അങ്ങനെ 11-ാമത്തെ വാക്യത്തിൽ അങ്ങനെ നിൻ്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിൻ്റെ ബുദ്ധിമുട്ട് ആയുധമണിയെ പോലെയും വരും എന്നാണ് ഇവിടെ പറയുന്നത്. നീ മടിയുള്ളവനായി നിൻ്റെ ജീവിതത്തിൽ കാണപ്പെട്ടാൽ നിനക്ക് ബുദ്ധിമുട്ടുകൾ നിൻ്റെ ജീവിതത്തിൽ വർദ്ധിച്ചു വരും എന്നാണ് അവിടെ വചനം പറയുന്നത്. ആയതിനാൽ മടിയില്ലാത്തവരായി ജീവിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ദൈവവേലയിൽ ഉത്സാഹമുള്ളവരായി ജീവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായി വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മടി എന്നുള്ള സ്വഭാവം അടിയങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് അകറ്റണമേ. ദൈവവേലയിൽ ഉത്സാഹമുള്ളവരായി കർത്താവ് പ്രവർത്തിക്കുവാൻ സഹായിക്കണമേ. കർത്താവ് ദൂത് കേട്ട എല്ലാവരെയും അങ്ങോട്ട് അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാം യാചിച്ചു പ്രാർത്ഥന എടുക്കും നല്ല ദൈവമേ, ആമേൻ. നിങ്ങൾക്ക് ഈ പ്രകാരമായ വിഷയങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ആ അഡ്രസ്സിൽ എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളോട് ഈ അഡ്രസ്സിൽ എഴുതുക. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.